Hi everybody, welcome back to EduDrops English Learning Space. So today we are going to discuss the topic figures of speech. So what is figures of speech? Poetic devices അതല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന് പേരിട്ട് വിളിക്കാം. സോ ഞാൻ പറഞ്ഞു പോയറ്റിക് ഡിവൈസസ് ആണ്, അതായത് ഏറ്റവും കൂടുതൽ ഇത്തരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉപയോഗിക്കുന്നതും കവിതകളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് പോയറ്റിക് ഡിവൈസസ് എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതൊരു ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആണ്, അതായത് ഒരു കവിതയെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താ ഡെക്കറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനോഹരമാക്കുക അല്ലേ, അലങ്കരിക്കുക. സോ ആലങ്കാരിക പ്രയോഗങ്ങളാണ്, ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആണ് നമുക്ക് പറയാം. ഈ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ പോയറ്റിക് ഡിവൈസ് എന്നോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ലാംഗ്വേജസ് എന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പോംസിലാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആ കവിതയെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ, ആ കവിതയ്ക്ക് കൂടുതൽ അർത്ഥതലങ്ങൾ നൽകാൻ വേണ്ടിയിട്ട്. ആൻഡ് these poetic devices or figures of speech will drag the poem into multiple levels of meaning and a meaning of beauty. സോ അത്തരം ഒരു കവിതയെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോയറ്റിക് ഡിവൈസുകളായിട്ട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചൊക്കെ ഉപയോഗിക്കാറുള്ളത്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ്. അതെന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നൊരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഇത് ഹെൽപ്ഫുൾ ആവുക എസ്പെഷ്യലി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, +1 +2 അതുപോലെ തന്നെ 8, 9, 10 തുടങ്ങിയ സ്റ്റാൻഡേർഡുകളിലൊക്കെ അപ്രിസിയേഷൻ എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ അപ്രിസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ആസ്വാദനക്കുറിപ്പാണ്. ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അല്ലാതെ ജസ്റ്റ് സമ്മറി എഴുതാനല്ല പറയുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ ആ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അതിനെക്കുറിച്ച് എഴുതണം. അപ്പോൾ ആ രീതിയിൽ, അത് മാത്രമല്ല എല്ലാ രീതിയിലും നമ്മൾ കവിത വായിക്കുകയാണ്. ആ കവിത വായിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ പോയറ്റിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലൂടെയാണ് ഈ കവിത കടന്നു പോയിട്ടുള്ളത്, അത് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പോയിൻ്റ് ഔട്ട് ചെയ്യാനും ഒക്കെ ഉതകുന്ന ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. സോ നൗ ലെറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് ദ ക്ലാസ്. I know that you already familiar with this figures of speech in your high school level. 8, 9, 10 എന്നീ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് 6 ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആൻഡ് ദിസ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് സ്റ്റഡി. ഇത് ഓരോ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ടുള്ളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല, നേരെ മറിച്ച് ഒരു കവിത നമുക്ക് അറിയാം, ഇനി ടെക്സ്റ്റ് ബുക്ക് ഓരോ കവിതയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു സമയത്ത് കവിതയിലെ വരികളിൽ ഒളിപ്പിച്ചിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. സോ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച്, അതുപോലെ തന്നെ ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ നേരെ ക്ലാസ്സിലേക്ക് വരാം. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദാറ്റ്? എ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് എ വേർഡ് ഓർ ഫ്രേസ് യൂസിങ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതായത് ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുന്ന വേർഡ്സ് അതല്ലെങ്കിൽ ഫ്രേസ്, ഇതിനൊക്കെയാണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് അതിൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിനെ അപ്പുറം അതിലൊരു മീനിങ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്താണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമിലി, മെറ്റഫർ, അലിട്രേഷൻ, പേഴ്സോണിഫിക്കേഷൻ, ഹൈപ്പർബലി, ഓക്സിമോറോൺ എന്നീ 6 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളെ കുറിച്ചാണ്. നോക്കാം നമുക്ക് ഓരോന്നും. ആദ്യം സിമിലി. സിമിലി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ കമ്പയറിങ് ദ 2 തിങ്സ് വിത്ത് ലൈക്ക് ഓർ ആസ്. ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം സിമിലിയെ. Here we can see that we are comparing 2 things using like or as. Like അതല്ലെങ്കിൽ as എന്നീ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നു. അതിനെയാണ് സിമിലി എന്ന് വിളിക്കുന്നത്. നമുക്ക് 2-3 എക്സാമ്പിൾസ് ആദ്യം നോക്കാം. യു ആർ ബ്രേവ് ആസ് എ ലയൺ. യു ആർ ബ്രേവ് ആസ് എ ലയൺ. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കൂ. യു ആർ ബ്രേവ്, നീ ഭയങ്കര ധൈര്യശാലിയാണ്. ആസ് എ ലയൺ, ഒരു സിംഹത്തിനെ പോലെ. അവിടെ പോലെ എന്നുള്ളൊരു അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ആസ് എന്നുള്ളത്, അല്ലേ? മറ്റൊരു എക്സാമ്പിൾ, ഹി വർക്ക്സ് ലൈക്ക് എ ഡോഗ്. ഹി വർക്ക്സ് ലൈക്ക് എ ഡോഗ്. അവൻ ജോലി ചെയ്യുന്നു, ഒരു പട്ടിയെ പോലെ ജോലി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ പോലെ, പട്ടിയെ പോലെ എന്നുള്ളൊരു മീനിങ് കിട്ടാൻ ലൈക്ക് എ ഡോഗ് എന്നുള്ള വേർഡ്. ഇവിടെ നോക്കൂ, ലൈക്ക് ആസ്, ഇതൊക്കെ കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ ലൈക്ക് എ ഫ്ലവർ.
അവിടെയും കമ്പാരിസൺ നടന്നിട്ടുണ്ട്. ആ ഒരു പെൺകുട്ടി ഒരു ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് ദെൻ ഫൈനലി ഹീ സ്മൈൽഡ് ലൈക്ക് എ ജെവൽ, ഒരു ചെകുത്താനെ പോലെ ചിരിച്ചു എന്ന് പറയുന്നത്. അവിടെയും ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, ഒരാളെ ഡെവിൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഈ ഒരു എക്സാമ്പിളിലൊക്കെ ഒരാളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലൈക്ക് അതല്ലെങ്കിൽ ആസ്. അങ്ങനെയാണെങ്കിൽ അത് സിമിലിയാണ്. സോ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ കവിതകളിലൂടെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇതുപോലെ കമ്പാരിസൺ നടന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ലൈക്കോ അതല്ലെങ്കിൽ ആസോ ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിസൺ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സിമിലിക്ക് ഉദാഹരണമാണ്. ഇനി സിമിലി പറയുമ്പോൾ ചേർത്ത് പറയേണ്ടതാണ് മെറ്റഫറും. മെറ്റഫറിനെ നമുക്കൊരു ഇൻഡയറക്റ്റ് കമ്പാരിസണായിട്ട് വേണമെങ്കിൽ കാണാം. സോ ഇവിടെ സംഭവിക്കുന്നത് സിമിലിയിൽ എന്തായിരുന്നു? കമ്പാരിസൺ ബിറ്റ്വീൻ ടു തിങ്സ് വിത്ത് ലൈക്ക് ഓർ ആസ്. ഇവിടെയോ വിത്തൗട്ട് ലൈക്ക് ഓർ ആസ്. ഇവിടെ ലൈക്കും ആസും ഇല്ലാതെയാണ് കമ്പാരിസൺ നടക്കുന്നത്. പക്ഷെ കമ്പാരിസൺ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ചില എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് എ ലയൺ ഇൻ ആക്ഷൻ. പ്രവൃത്തിയിൽ അവനൊരു സിംഹമാണ്. ഹീ ഈസ് എ ലയൺ ഇൻ ആക്ഷൻ. അവിടെ ഹീ എന്ന് പറയുന്ന ആളെ ലയണുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ലൈക്കോ അതല്ലെങ്കിൽ ആസോ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല, കാരണം ഇത് മെറ്റഫറാണ്. നെക്സ്റ്റ്, ഷീ ഈസ് എ ഫ്ലവർ വിത്ത് എ ഗുഡ് ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറയുന്ന നറുമണമാണ് കേട്ടോ, സ്മെൽ. ഷീ ഈസ് എ ഫ്ലവർ വിത്ത് എ ഗുഡ് ഫ്രാഗ്രൻസ്. അപ്പോൾ അവിടെയും കമ്പാരിസൺ നടന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലൈക്കോ ആസോ ഇല്ല. നെക്സ്റ്റ്, ദ സ്നോ ഈസ് എ വൈറ്റ് ബ്ലാങ്കറ്റ്. മഞ്ഞിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു? ഒരു വൈറ്റ് ബ്ലാങ്കറ്റായിട്ട്, വെള്ള പുതപ്പായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് ലൈക്കോ ആസോ കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഷീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അവളെ ഒരു തിളങ്ങുന്ന നക്ഷത്രവുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. അവിടെയും എന്തില്ല? ലൈക്കും ആസും ഇല്ല. പക്ഷേ കമ്പാരിസൺ നടന്നിട്ടുണ്ട്. സോ ഹിയർ വി ആർ കമ്പയറിംഗ് ടു തിങ്സ് വിത്തൗട്ട് ലൈക്ക് ഓർ ആസ്. അതിനെയാണ് മെറ്റഫർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വലിയ വലിയ ഡെഫിനിഷൻസിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് എന്താണ് ഇത് സംഭവം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഹിയർ വി ക്യാൻ സി ദാറ്റ് ഗിവിങ് ദ ക്വാളിറ്റീസ് ഓഫ് ലിവിങ് തിങ്സ് ടു നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ള ഒരാളുടെ ക്വാളിറ്റീസ് അതല്ലെങ്കിൽ സവിശേഷത ജീവനില്ലാത്ത ഒരാൾക്ക് വെച്ചു കൊടുത്തുകൊണ്ടുള്ള കമ്പാരിസണെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഐ റിപ്പീറ്റ്, ജീവനുള്ള ഒരാളുടെ ക്വാളിറ്റീസ് അതല്ലെങ്കിൽ സവിശേഷത ജീവനില്ലാത്ത ഒരാൾക്ക് വെച്ചു കൊടുക്കുന്നു. ആ രീതിയിലുള്ള കമ്പാരിസൺ. നമുക്ക് എക്സാമ്പിളുകളിലേക്ക് ആദ്യം പോകാം. ഒന്നാമത്തെ കാര്യം നോക്കൂ. ദ ലീവ്സ് ഡാൻസർ ഇൻ ദ റെയിൻ. ദ ലീവ്സ് ഡാൻസർ ഇൻ ദ റെയിൻ. മഴയിൽ ഇലകൾ നൃത്തമാടി എന്നാണ് പറയുന്നത്. സോ ലീവ്സ് ഡാൻസർ എന്നുള്ള സംഭവത്തിലേക്ക് നോക്കൂ. ഇലകൾ നൃത്തം ചെയ്തു. ഓക്കെ, അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഡാൻസ് ചെയ്യുക മീൻസ് അത് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് അല്ലേ, അതല്ലെങ്കിൽ ജീവനുള്ള ഒരാൾ ചെയ്യുന്നൊരു സവിശേഷത നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ലീവ്സ് ഡാൻസർ എന്ന് പറയുമ്പോൾ, ഇലകൾ നൃത്തമാടി എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആയിരിക്കുന്നു. ഓക്കെ, നമ്മൾ എന്താണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞത്? ജീവനുള്ള ഒരാൾ ചെയ്യുന്ന ക്വാളിറ്റീസ്, കഴിവുകൾ അതല്ലെങ്കിൽ സവിശേഷത ജീവനില്ലാത്ത ഒരാൾക്ക് വെച്ചു കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ലീവ്സ് ഡാൻസഡ് എന്നുള്ളത്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് വെൻ ഡാർക്ക്നെസ് കെയിം. അപ്പോൾ നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. ഇരുട്ട് വന്നപ്പോൾ നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി. ഇവിടെ ഈ ഒളിഞ്ഞു നോക്കുക, പീപ്പ് എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ക്വാളിറ്റി, അതല്ലെങ്കിൽ ജീവനുള്ള ഒരാൾ ചെയ്യുന്നൊരു സവിശേഷത. ഹ്യൂമൻ എന്നുള്ള രീതിയിൽ തന്നെ കാണണ്ട, ജീവനുള്ള എന്നുള്ള മീനിങ്ങിൽ കണ്ടാൽ മതി. ഒരു ലിവിങ് തിങ്സ് എന്നുള്ള മീനിങ്ങിൽ കാണുക, ഒരു ലിവിങ് തിങ്സ് ചെയ്യുന്ന പരിപാടി അല്ലേ. ആ ഒരു സംഭവം നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. അവിടെയാണ് കമ്പാരിസൺ ഉള്ളത്, അവിടെയാണ് പേഴ്സോണിഫിക്കേഷൻ ഉള്ളത്. നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കി. മറ്റൊന്ന്, ദ സ്മെൽ ഓഫ് ബിരിയാണി പുൾഡ് മീ ടു കിച്ചൺ. ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് എന്നെ എങ്ങോട്ട് തള്ളി എന്നാണ് പറയുന്നത്? കിച്ചണിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. സോ അവിടെയും നോക്കൂ, ഈ വലിച്ചുകൊണ്ട് പോവുക, പുൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം, അത് എന്താണ് പുൾ ചെയ്തത്? സ്മെൽ, വാസനയാണ്, മണമാണ് വലിച്ചുകൊണ്ട് പോയത്. അവിടെയും എന്ത് സംഭവിച്ചിരിക്കുന്നു? പേഴ്സോണിഫിക്കേഷനാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ലിവിങ് തിങ്സിൻ്റെ ക്വാളിറ്റി ആണ് എന്തിന് കൊടുത്തിട്ടുള്ളത്? നോൺ ലിവിങ് തിങ്സിന് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ. ദ സ്കൈ റോർഡ് ആൻഡ് ത്രൂ ലൈറ്റനിങ് അറൗണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം നോക്കൂ. ദ സ്കൈ റോർഡ്. റോർ മീൻസ്
അലർച്ച, അലറുക അല്ലേ. ദ സ്കൈ റോർഡ്. അപ്പോൾ ഈ അലറുക എന്ന് പറയുമ്പോൾ അതൊരു ലിവിങ് തിങ്സ് ചെയ്യുന്നൊരു ക്വാളിറ്റിയാണ്. സ്കൈ എന്ന് പറയുമ്പോൾ അതൊരു നോൺ ലിവിങ് തിങ് ആണ് അല്ലേ. അപ്പോൾ ആകാശം അലറി എന്നാണ് പറയുന്നത്. ആകാശം അലറി അതൊരു പേഴ്സോണിഫിക്കേഷനാണ്. കാരണം ലിവിങ് തിങ്സ് ചെയ്യുന്ന ക്വാളിറ്റി നോൺ ലിവിങ് തിങ്സിന് വെച്ച് കൊടുക്കുന്നു. റോർ അത് ലിവിങ് തിങ് ചെയ്യുന്ന സംഭവമാണ്, അത് നോൺ ലിവിങ് തിങ് ആയ സ്കൈക്ക് വെച്ച് കൊടുക്കുന്നു. എന്താണെങ്കിലും പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾ എത്ര മനസ്സിലാക്കി വെക്കുക, ഒരു ജീവനുള്ള ഒരാൾ ചെയ്യുന്നൊരു സവിശേഷത ജീവനില്ലാത്ത ഒരാൾക്ക് വെച്ച് കൊടുക്കുന്ന കമ്പാരിസണെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഇതുവരെയും നമ്മൾ നോക്കിയത് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ എന്നീ ഒരു 3 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളാണ്. ഇനി നാലാമതൊരുത്തനുണ്ട്, അലിട്രേഷൻ. അലിട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ റിപ്പിറ്റേഷൻ ഓഫ് സൗണ്ട്. ഒരു സൗണ്ട് ആവർത്തിച്ച് വരികയാണ്. ഏത് സൗണ്ടാണ് ആവർത്തിച്ച് വരുന്നത്? കോൺസണൻ്റ് സൗണ്ടാണ്. അതും എവിടെയുള്ള സൗണ്ടാണ്? ഇനീഷ്യൽ. സോ അലിട്രേഷൻ എന്ന് പറയുന്നത് റിപ്പിറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻ്റ് സൗണ്ട്. ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്ത്, തുടക്കം അല്ലേ. നമുക്ക് ആദ്യം 2-3 എക്സാമ്പിൾസ് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ദ ബിഗ് ബാറ്റിൽ ബേൺസ് ബ്രേവ്ലി. ദ ബിഗ് ബാറ്റിൽ ബേൺസ് ബ്രേവ്ലി. അവിടെ ബ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു അല്ലേ. ആ വാക്കിൻ്റെ ഇനീഷ്യൽ സ്പേസിലാണ്, തുടക്കമാണ് ആ ഒരു ബ് എന്നുള്ള സൗണ്ട് ഉള്ളത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ കോൺസണൻ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ഇനി നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് ഈ കോൺസണൻ്റ് സൗണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ സൗണ്ട് സിസ്റ്റം, ഇംഗ്ലീഷിൽ സൗണ്ട് സിസ്റ്റം ഉണ്ട്. അതിൽ 44 സൗണ്ടുകളാണ് മൊത്തം ഉള്ളത്. ഓക്കെ, ഇൻ അവർ ഇംഗ്ലീഷ് ദ സൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 44. അതിൽ 24 കോൺസണൻസും 20 വവൽസും ആണുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താണെങ്കിലും ഒരു 24 കോൺസണൻ്റ് സൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്, ക്, ട്, സ്, വ്, ഭ് എന്നൊക്കെയാണ് പറഞ്ഞൊരു 24 കോൺസണൻ്റ് സൗണ്ടുകളുണ്ട്. എന്താണെങ്കിലും ദ ബിഗ് ബാറ്റിൽ ബേൺസ് ബ്രേവ്ലി എന്ന് പറയുമ്പോൾ ബ് എന്നുള്ളൊരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ബ് എന്നുള്ള സൗണ്ട് കോൺസണൻ്റ് സൗണ്ടാണ്, അതുകൊണ്ട് അത് അലിട്രേഷനാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, അത് നിങ്ങൾ പഠിച്ചൊരു എക്സാമ്പിളായിരിക്കും. നിങ്ങൾ പോയട്രി എന്നുള്ളൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും 10ാം ക്ലാസ്സിൽ. അതിൽ നിന്നുള്ളൊരു എക്സാമ്പിൾ നോക്കൂ. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ, സ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് അത് അലിട്രേഷനാണ്. മറ്റൊന്ന്, ദ ബ്ലൂ ബൾബ് ബേൺസ് ദർ. ദ ബ്ലൂ ബൾബ് ബേൺസ് ദർ, ബ് എന്നുള്ള സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് അത് അലിട്രേഷനാണ്. സോ അലിട്രേഷൻ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ദ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണൻ്റ് സൗണ്ട് ഈസ് നോൺ ആസ് അലിട്രേഷൻ. ദെൻ ദ 5th one ഈസ് ഹൈപ്പർബലി. ഹൈപ്പർബലി മീൻസ് എക്സാജറേഷൻ. സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് എക്സാജറേഷൻ. ഒരു കാര്യത്തിനെ പെരുപ്പിച്ച് വലുതാക്കി പറയുക, ആക്കം കൂട്ടി പറയുക, അതിനൊക്കെയാണ് ഹൈപ്പർബലി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ ആം സോ ഹംഗ്രി ആൻഡ് ഐ കുഡ് ഈറ്റ് ആൻ എലിഫൻറ്റ്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്, ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെന്നൊക്കെ പറയും. എത്ര വിശന്നാലും നമുക്കൊരിക്കലും ഒരു ആനയെ തിന്നാനുള്ള വിശപ്പൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ആക്കം കൂട്ടി പറയുകയാണ്, വലുതാക്കി പറയുകയാണ്, ഒരു അതിശയോക്തിക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അല്ലേ. അപ്പോൾ അതിനെയാണ് ഹൈപ്പർബലി എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഐ ഹാവ് എ മില്യൺ തിങ്സ് ടു ഡു ടുഡേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അത് എത്രയാണ്? മില്യൺ എന്നാണ് പറഞ്ഞത്. എന്തായാലും മില്യൺ കണക്കിനൊന്നും നമുക്ക് ചെയ്യാനുണ്ടാവില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഐ കോൾഡ് ഹിം 100 times. ഐ കോൾഡ് ഹിം 100 times. ഞാനൊരു 100 തവണ വിളിച്ചു അവനെ. അതല്ലെങ്കിൽ ഐ ടോൾഡ് ഹിം, അല്ലെങ്കിൽ ഐ ടോൾഡ് ഹിം 1000 times. ഞാനൊരു 1000 തവണ അവനോടത് പറഞ്ഞു. ഐ ടോൾഡ് ഹിം 1000 times. ഇങ്ങനെയൊക്കെ ചില സമയത്ത് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു 100 തവണ അവനോട് പറഞ്ഞതാണ്, അവൻ കേട്ടില്ല. അതല്ലെങ്കിൽ നമ്മൾ വായിലൊരു കപ്പൽ ഓടിക്കാനുള്ള അത്ര വെള്ളം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? വായിൽ കപ്പൽ ഓടിക്കാനുള്ള അത്ര വെള്ളം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ എത്ര വിശന്നിരുന്നാലും, നമ്മൾ എത്ര നുണഞ്ഞാലും വായിൽ കപ്പൽ ഓടിക്കാനുള്ള അത്ര ഒന്നും വെള്ളം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് നമ്മളത് അങ്ങനെ പറയുന്നത്? ആക്കം കൂട്ടി പറയുകയാണ് അല്ലേ, എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ്. സോ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിനെയാണ് നമ്മൾ ഹൈപ്പർബലി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അവസാനത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഓക്സിമോറോൺ ആണ്. ഓക്സിമോറോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടേം ദാറ്റ് കമ്പൈൻസ് 2 കോൺട്രാഡിക്റ്റിംഗ് ടേംസ്. ഇപ്പോൾ 2 പരസ്പര വിരുദ്ധമായിട്ടുള്ള ടേംസുകൾ കോർത്തിണക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഓക്സിമോറോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോൺട്രാഡിക്ടറി ടേംസുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള
ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ, പരസ്പര വൈരുദ്ധ്യമായുള്ള സംഭവങ്ങൾ. നമുക്ക് ആദ്യം 2-3 ഉദാഹരണങ്ങൾ നോക്കാം. ദർ ഈസ് എ ഡാർക്ക് ലൈറ്റ്. ദർ ഈസ് എ ഡാർക്ക് ലൈറ്റ്. അവിടെ ഒരു നല്ലൊരു ഡാർക്ക് ലൈറ്റ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഡാർക്ക് ലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വേർഡ്സാണത്, ഡാർക്കും ലൈറ്റും അല്ലേ. ഡാർക്കും ലൈറ്റും പരസ്പര വിരുദ്ധമായിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. പാർട്ടിങ് ഈസ് എ സ്വീറ്റ് സോറോ. അകൽച്ച അതല്ലെങ്കിൽ വിട പറയുക, അതൊക്കെ പറയുന്നത് എന്താണ്? ഈസ് എ സ്വീറ്റ് സോറോ, മധുരമുള്ള സങ്കടമാണ്. ഇവിടെ സ്വീറ്റ് സോറോ എന്നുള്ള വേർഡ് നോക്കൂ, സ്വീറ്റ് സോറോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊരുത്തമില്ല അല്ലേ, അതല്ലെങ്കിൽ കോൺട്രാഡിക്ടറി വേർഡ്സ് ആണത്. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഫെൽറ്റ് ആസ് ക്ലിയർലി കൺഫ്യൂസ്ഡ്. അവിടെ ക്ലിയർലി കൺഫ്യൂസ്ഡ് അത് കോൺട്രാഡിക്ടറി വേർഡാണ്. ഇനി പ്ലാസ്റ്റിക് ഗ്ലാസസ് എന്ന് പറയാറുണ്ട് ഇടയ്ക്ക് നമ്മൾ, പ്ലാസ്റ്റിക് ഗ്ലാസസ്, അത് കോൺട്രാഡിക്ടറി വേർഡാണ്, അത് ഓക്സിമോറോണാണ്. ദെൻ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് ഹീ ഈസ് എ ബിഗ് ബേബി. ഹീ ഈസ് എ ബിഗ് ബേബി, അത് ഓക്സിമോറോണാണ്. ബിഗ് എന്നുള്ളതും ബിഗ് ബേബി എന്ന് നോക്കൂ, ബിഗ് എന്നുള്ളതും ബേബി എന്നുള്ളതും പരസ്പരം പൊരുത്തപ്പെടുന്നില്ല, കോൺട്രാഡിക്ടറി വേർഡ്സ് ആണ്. സോ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പാരിസനെയാണ്, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അതല്ലെങ്കിൽ സെൻറ്റൻസുകളാണ് ഓക്സിമോറോൺ, അല്ലെങ്കിൽ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഓക്സിമോറോൺ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഈ ഒരു 6 ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ഐ റിപ്പീറ്റ്, ദിസ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡി അല്ല ഇത്. പക്ഷേ എന്താണ് സംഭവം, ഈ ഫിഗർ ഓഫ് സ്പീച്ചുകളൊക്കെ എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കാനുള്ളൊരു ജസ്റ്റ് ഒരു സെഷനായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ കാണാം. ഓക്കെ. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഒരു കവിതയിൽ ഏറ്റവും കൂടുതൽ ആ കവിതയെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോയറ്റിക് ഡിവൈസുകളാണ്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് മീനിങ്സ് തരാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ആ കവിതയെ കൂടുതൽ ഒരു എലിവേറ്റഡ് ഫോമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഉതകുന്ന പോയറ്റിക് ഡിവൈസുകളാണ് ഈ പറയുന്ന ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അതല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. Today we discussed the 6 important figures of speech. Okay, anyway, bye all. Thank you.